എൻ്റെ പേര് റോഷ്നി. ഞാൻ മൂലയിടത്താണ് താമസിക്കുന്നത്. ലിറ്റിൽ ഫ്ലവർ കടുവാക്കുളം ഇടവക അംഗമാണ്. ഞാൻ ഇപ്പോൾ ഇസ്രായേലിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാനിപ്പം നാട്ടിൽ വന്നിട്ട് 2.5 വർഷമായി. 2.5 വർഷത്തിന് ശേഷമാണ് ഞാനിവിടെ നാട്ടിലെത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇസ്രായേലിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ വിസയുടെ പ്രോസസ്സിങ്ങൊക്കെ വെച്ചു. ആദ്യം എനിക്ക് വിസ റെഡി ആയായിരുന്നു. പക്ഷേ ആ വിസയ്ക്ക് വേണ്ടി ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടി ബോംബെക്ക് പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് PCCയുടെ ഒരു പ്രശ്നം വന്നു. അതുകൊണ്ട് തിരിച്ചു വരേണ്ട വന്നു. അതോടുകൂടി എൻ്റെ ആ വിസ ഇതായി. ഈ സമയത്ത് പ്രാർത്ഥനയും പരിപാടിയൊന്നും ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. ഞാൻ 2007 തൊട്ട് ഇവിടെ വരുന്നത്. 2007 തൊട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഏത് കാര്യത്തിനും, ഞങ്ങളുടെ കുടുംബത്തിലെ ഏത് കാര്യത്തിനും ഇവിടെ വന്ന് സാക്ഷ്യം എഴുതിയിടാറുണ്ടായിരുന്നു. പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ റിജക്റ്റ് ആയി പോയി. അതിനുശേഷം എനിക്ക് 6 മാസം ഞാൻ കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ 6 മാസത്തിന് മുമ്പ് ഞാൻ പൈസ എല്ലാം കൊടുത്തു. എനിക്ക് ആകെപ്പാടെ ടെൻഷനൊക്കെ. പക്ഷേ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെ അന്തോണീസും പരിശുദ്ധ അമ്മ എനിക്ക് സാധിച്ചു തരുമെന്നുള്ള ആ ഒരു ഇതിൽ ഉറപ്പിലിരുന്നു. പക്ഷേ എനിക്ക് തിരിച്ചിവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നത്. പറ്റിയില്ല. കാരണം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ ബോംബെയിൽ നേരിട്ടും കയറി പോവുക. അവിടുന്ന് കയറി പോവുകയാണ്. ഞങ്ങൾക്ക് തിരിച്ച് നാട്ടിലോട്ട് വരാൻ പറ്റില്ല. അങ്ങനെ പോയി. ഞാൻ ആദ്യം കയറി ജോലി 6 മാസം ഞാൻ ആ ജോലി ചെയ്തുള്ളൂ. അതായത് ആ പേഷ്യൻറ്റിനെ നോക്കിയുള്ളൂ. ആ പേഷ്യൻറ്റിനെ നോക്കിയെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ ഫുഡില്ല. ഞാൻ 6 മാസം ചോറ് തിന്നാൻ കൊതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപിടി ചോറ് കിട്ടാൻ കൊതിച്ചെന്ന്. ജോലി എവിടെയാ? ഇസ്രായേലിൽ. എല്ലാവരുടെയും വിചാരം ഇസ്രായേലിൽ പോയ നല്ല സുഖമാണെന്ന്. നല്ല സുഖമാണത്. അതായത് ഈശോ വളർന്ന സ്ഥലത്തിന്റെ പേരാണ് ഇസ്രായേല്. മറിയ അവിടെയായിരുന്നു, യോസേപ്പ് അവിടെയായിരുന്നു, പീറ്റർ അവിടെയായിരുന്നു. നല്ല സ്ഥലമല്ലേ അത്? നല്ല സ്ഥലമാണ്. ഈശോയുടെ ആ മണ്ണിൽ കാലുകുത്താൻ ഭാഗ്യം ലഭിച്ച ഞാൻ എത്ര നന്ദി പറയുന്നത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇസ്രായേലിൽ നിന്ന് നാട്ടിൽ പോയി ജോലി ചെയ്യുന്നത്. കാരണം എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാന്നുള്ളത്. ഹോളി ലാൻഡിൽ പോയിട്ട് അവിടെയൊക്കെ ഒന്ന് പോകണം. പോയല്ലായിരുന്നു? കാൽവരിയിലൊക്കെ പോയത്? ഞാൻ പോയിട്ടാണ് വന്നത്. നസ്രത്തിൽ പോയി. നസ്രത്തിൽ എനിക്ക് പോകാൻ പറ്റില്ല. കാരണം യുദ്ധവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അങ്ങോട്ട് പോയില്ല. 6 മാസത്തിലെ ഒത്തിരി കഷ്ടപ്പാടുകളായിരുന്നു. ഒന്ന് വീട്ടിലേക്ക് പോലും ഫോൺ ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം എത്ര വർഷം? 6 മാസം. അത് സമയത്ത് ഫോൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അത് കഴിഞ്ഞ് ഞാൻ വിശുദ്ധ അന്തോണീസിനോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ഞാൻ 13 നൊവേന കറക്റ്റായിട്ട് ചെല്ലാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചതാ, ദൈവത്തിൻ്റെ ഹിതം എന്താണോ അത് നടത്തി തരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ വീട്ടിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് പറ്റി. എനിക്ക് വേറൊരു ജോലി ദൈവം തന്നു. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലേ പറയുന്നല്ലേ? ഇറങ്ങുന്ന ജോലിയൊന്നും കിട്ടത്തൊന്നുമില്ല. വേറൊരു രാജ്യത്ത് അല്ലേ? ഏജന്റിന്റെ സഹായം വേണ്ടേ? ഏജൻസി എനിക്ക് സപ്പോർട്ടായിരുന്നു. ഏജൻസിയൊക്കെ സഹായിച്ച് നമുക്ക് എല്ലാവരുടെയും കനിവുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, നമ്മുടെ ഒരു കുട്ടി, അവൾക്ക് പനി പിടിച്ചപ്പം അവർ പെട്ടിയെടുത്ത് ഇറങ്ങടി വെളിയിൽ എന്ന് പറഞ്ഞു. അവൾ പെട്ടിയെടുത്തുകൊണ്ട് വെളിയിൽ ഇറങ്ങി. വഴിയിൽ അവൾ തലയുറ്റി വീഴുക. വഴിയിൽ അവൾ തലയുറ്റി ആ പെൺകുട്ടി വീണു. ബായിയൊക്കെ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. കല്യാണം കഴിച്ച് ഈ കുടുംബം രക്ഷിക്കാൻ വേണ്ടി പറക്കല. അവൾ വഴി വീണ് കിടക്കുമ്പം അതിലൊരു മലയാളി നേഴ്സും കിടന്നു പോയി, ഒരു ചേച്ചി. ആ ചേച്ചി ഇവളെ കോരിയെടുത്തു, വിവരങ്ങളൊക്കെ ചോദിച്ചു, ഇവളെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അവൾക്ക് ആ സമയത്ത് എനിക്കൊന്ന് മഞ്ഞപ്പിത്തം കൂടി നിൽക്കുക. അവളെ ആശുപത്രിയിൽ എനിക്കൊന്ന് 1-2 ആഴ്ച, നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് വിശ്വസിച്ചോ, ഈ ചെലവ് മുഴുവൻ ഈ ചേച്ചി എടുക്കുക. ഈ ചേച്ചി അത് മുഴുവൻ എടുത്തു. ഇവളെ തിരിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി. ഈ വിഷമിക്കുന്നവർക്ക് കരുണ കൂടുതലാണ് മക്കളെ. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമിക്കുകയും സഹിക്കുകയും ചെയ്തവർക്ക് ദൈവത്തിൻ്റെ ഒരു ഗുണം കിട്ടും, കരുണ കിട്ടും. ഈ ചേച്ചി കൊണ്ടുപോയി ഈ കൊച്ചിനെ നോക്കി. ഇപ്പോൾ അവൾ നല്ല മിടിക്കുകയാണ്. അവൾ ഇസ്രായേൽ തന്നെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ജോലിയൊക്കെ കിട്ടി നല്ല രീതിയിൽ. ഈ ചേച്ചി മുഴുവൻ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? എനിക്കൊന്ന് പിന്നെ ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ ഒരു പൈസയൊക്കെ തിരിച്ചടച്ചാണ്, അതൊക്കെ വേറെ കാര്യം. എന്നാലും നോക്കിയ മക്കളെ, നിങ്ങളൊന്ന് ആലോചിച്ച്, ഒരു പെട്ടിയുമായിട്ട് ഒരു പെൺകുട്ടി വഴിയിൽ ബോധം കെട്ട് കിടക്കുന്നൊരു കാഴ്ച നിങ്ങൾ നോക്കട്ടെ. ഒറ്റയൊന്നും തൊട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഇതിനെ ചുമന്നെടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ട് ഇവരെ വയ്ക്കുന്ന ആശുപത്രി കൊണ്ടുപോയി അങ്ങനെ നോക്കി. ഇവള് നേഴ്സൊക്കെ തന്നെയാണ്. ഹാലേലുയ. ഇപ്പൊ അവരവിടുന്ന് പോയി അയർലൻഡിലോ മറ്റോ ഇസ്രായേലിൽ നിന്ന് പോയവര്. ഹാലേലുയ. ഓക്കെ, ജീവിതത്തിൽ ഒരു പിടി ചോറിനൊക്കെ വേണ്ടി കൊതിക്കുക എന്നൊക്കെ പറയുന്നതന്നെ. അന്ന് ഞാൻ നേർന്നതാണ്. എനിക്കൊരു നല്ലൊരു ഭവനം, പ്രാർത്ഥിക്കാൻ സാധിക്കുന്ന ഒരു ഭവനം എനിക്ക് കിട്ടുകയാണ്. അതായത് ഒരു പേഷ്യൻറ്റിനെ കിട്ടുവാണെങ്കിൽ ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന്. അതിൻ്റെ പരമായിട്ട് ഞാൻ 2 വർഷമായിട്ട് എനിക്ക് കിട്ടിയ ഒരു പേഷ്യൻ്റ് നല്ലൊരു പേഷ്യൻ്റാണ്. നല്ല ഒരു ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ഫുഡ് വേണം, നമ്മുടെ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിക്കാം. ഏതിനും ഒരു കുഴപ്പമില്ല. പ്രാർത്ഥനയിൽ കയറാൻ, ബൈബിൾ വായിക്കാൻ. ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ ബൈബിൾ ഞാൻ എഴുതി. യോഹന്നാന്റെ സുവിശേഷവും വെളിപാടും എടുത്തുകൊണ്ട് വന്നിരിക്കുക എഴുതിക്കൊണ്ട്.
എഴുതാത്തവര് കുനിഞ്ഞ അവർ കൈയടിക്കട്ടെ, എഴുതാത്തവരൊന്നും കൈയടിക്കട്ടെ. നോക്കണേ, ഈ ജോലിക്കിടയ്ക്ക് ഇരുന്നുകൊണ്ട് എഴുതുക. ഞെരുക്കങ്ങളിലെ വചനത്തിലേക്ക് അർത്ഥം ഉണ്ടാവത്തുള്ളൂ മക്കളെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ അച്ഛൻ്റെ ഇത് കാണാറുണ്ട്, നൊവേനയ്ക്ക് കൂടാറുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം പോലും നൊവേന ചൊല്ലാതെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല, അവസ്ഥയിലാണ്. അപ്പം ജോലിയെല്ലാം നന്നായി, എല്ലാം ശരിയായി പോകുന്നു. നല്ല ഒരു ഇതാണ്. എനിക്ക് പ്രാർത്ഥിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ബൈബിള് ഞാൻ അവരുടെ ടേബിളിലാണ് വെച്ചിരിക്കുന്നത്, ഒന്ന് മാറ്റാൻ പോലും പറയത്തില്ല. അമ്മച്ചിനോട് നീ പ്രാർത്ഥിച്ചില്ല, അമ്മച്ചി മാത്രമേ ഉള്ളൂ. അമ്മച്ചി ഞങ്ങൾക്ക് ഒരു പേഷ്യന്റ് തന്ന ആ പേഷ്യന്റ് നമ്മൾ മാത്രം ആ വീട്ടിൽ താമസിക്കത്തുള്ളൂ. അങ്ങനെയാണ് ഇത് ഫാമിലി ഇടയ്ക്ക് വിസിറ്റ് മക്കൾ വരുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജ്യൂസ് തന്നെയാ, യഹൂദരാ, യൂതന്മാരാണ്. അത് അമ്മച്ചി ഹോളോകോസ്റ്റുമാണ്. ഏതാ നമ്മുടെ ഹോളോകോസ്റ്റ് പിടിച്ച് കത്തിക്കുന്ന പാർട്ടി സഭ. ദൈവമേ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപ കൊടുത്ത് പ്രാർത്ഥി. ദൈവം നീ നമ്മളെ അനുഗ്രഹിച്ചല്ലോ ഈശോയെ. ഇതേ വിഷമത്തിൽ ഈ സാക്ഷ്യം കേൾക്കുന്ന മക്കളുടെ മേൽ അങ്ങ് അഭിഷേകം വഹിക്കണമേ കർത്താവേ. വിഷമിക്കുന്ന എല്ലാവരും, വിദേശത്തായിരിക്കുന്ന വിഷമിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകൾ വേണ്ടി കുടുംബങ്ങളുടെ സ്വപ്നങ്ങൾ ഈ സമയത്ത് എന്താ ആഗ്രഹിച്ചു ആ കാര്യങ്ങൾ ഋഷഭനാനാഹീര. ഹല്ലേലൂയാ. സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാം